ഒരു കുഞ്ഞ് കഥയിലൂടെ തുടങ്ങാം. ഒരു ഓട്ടോമൊബൈൽ മെക്കാനിക്ക്, അദ്ദേഹം ഒരു വർക്ക്ഷോപ്പ് മെക്കാനിക്കായിരുന്നു. അദ്ദേഹത്തിന് ചെറിയൊരു ബൈപ്പാസ് സർജറിയുടെ ആവശ്യം വന്നു. അപ്പം കാർഡിയക് സർജൻ്റെ അടുത്ത് പോയി ബൈപ്പാസ് സർജറി എല്ലാം നടന്നു, എല്ലാം നന്നായിട്ട് പോയി. അപ്പം പുള്ളി ഇതെല്ലാം കഴിഞ്ഞപ്പം ബില്ല് കണ്ടപ്പം ചെറുതായിട്ട് ഒരു ഹാസ്യരൂപേണ ചോദിച്ചു, ഞാനൊരു മെക്കാനിക്കാണ്, എൻ്റെ പണിയും ഈ ബ്ലോക്കൊക്കെ ഉണ്ടെങ്കിൽ മാറ്റുകയാണ്, ലീക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അടയ്ക്കും. പക്ഷേ ഡോക്ടറെ, ഈ ഡോക്ടറും സത്യത്തിലൊരു മെക്കാനിക്ക് തന്നെയല്ലേ, എവിടെയെങ്കിലും ഹൃദയത്തിൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് മാറ്റും, അതൊക്കെ ബൈപ്പാസ് ചെയ്യും. പക്ഷേ ഇതിനെന്താ ഇത്രയും കോസ്റ്റ് വരാൻ കാര്യമെന്ന് ഈ മെക്കാനിക്ക് ഒരു തമാശ രൂപേണ ചോദിച്ചു. കാർഡിയക് സർജൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഈ വണ്ടി ഒന്ന് ഓഫാക്കാതെ എഞ്ചിൻ ഓണാക്കി നിർത്തിക്കൊണ്ട് അതിൻ്റെ അകത്തൊന്ന് പണിത് നോക്കുക, അപ്പോൾ അറിയാം അതിൻ്റെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു. അപ്പോൾ സത്യത്തിൽ അത്ര സങ്കീർണമല്ലേ ഈ കാർഡിയക് സർജറി? ഡോക്ടർ പ്രദീപ് നമ്മുടെ ഇപ്പോൾ രാജഗിരി ആശുപത്രിയിലെ കാർഡിയക് സർജറി ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്. പ്രദീപിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ബീറ്റ് ചെയ്യുന്ന ഹാർട്ടിൽ നമ്മളൊരു സർജറി ചെയ്യുന്നതിൻ്റെ ആ സങ്കീർണത പലപ്പോഴും പൊതുജനങ്ങൾക്ക് അറിയത്തില്ല അല്ലേ? ഇറ്റ്സ് ട്രൂ. പണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ കാർഡിയക് സർജറിയുടെ തുടക്കം തന്നെ ഡിലേ ആവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സാറ് പറഞ്ഞ പോലെ ഓടുന്ന വണ്ടിയിൽ എങ്ങനെ റിപ്പയർ ചെയ്യാൻ പറ്റുന്നതായിരുന്നു. സ്റ്റോറി തുടങ്ങുന്നത് സമൺ ഡിസ്കവേർഡ് ദറ്റ് നമ്മുടെ കൊച്ചു കിഡ് ചൈൽഡ് ഇസ് വെയർ ഇൻ ദ ഫീറ്റസ് ഇൻ ദ മദർസ് ടമ്മി, ദ മദർ കീപ്സ് ചൈൽഡ് അലൈഫ് യൂസിങ് എ പ്ലസൻറ്റ. അന്ന് ഈ പ്ലസൻറ്റയുടെ അമ്മയുടെ ബ്ലഡ് കൂടെയാണ് സർക്കുലേഷൻ യൂസ് ചെയ്തിട്ടാണ് ചൈൽഡിന് വേണ്ട ഓക്സിജൻ കിട്ടുന്നത്. അപ്പോൾ ആ അയാൾ യൂസ് ചെയ്തിട്ടാണ് 30s to 50s they tried to develop a heart lung machine. ഇപ്പോൾ ജോൺ ഗിബ്ബൺ in 52 or something developed a heart lung machine. അതൊന്നും ചെയ്യുന്നില്ല, takes the blood out, gives the blood back, so patient is alive during the surgery. അപ്പോൾ that was a pioneering breakthrough. അതാണ് സർജറി വളരാനുള്ള കാരണം. പക്ഷേ over the years people realized that നമ്മളൊരു ആർട്ടിഫിഷ്യൽ സർഫേസിൽ കൂടെ ബ്ലഡിനെ റൺ ചെയ്യുമ്പോൾ ഇറ്റ് ആക്ടിവേറ്റ്സ് ദി ഇൻഫ്ലമേറ്ററി കാസ്കേഡ്. അപ്പോൾ പേഷ്യൻ്റ് ഇൻഫ്ലമേറ്ററി കാസ്കേഡും അതിൻ്റെ സൈഡ് ഇഫക്റ്റ് ഉണ്ടാകുന്നു, പൾമറി ന്യൂറോളജിക്കൽ സൈഡ് ഇഫക്റ്റ്. ബ്ലഡ് ടച്ച് ചെയ്യുന്നുണ്ട്, പ്ലാസ്റ്റിക്കിനെ ലൈവ് അല്ലാതെ സർഫേസ് ടച്ച് ചെയ്യുമ്പോൾ ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് ആക്ടിവേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു സർജറിയുടെ ആദ്യം തുടക്കത്തിൽ നമ്മൾ ചെയ്താൽ മതിയായി, പിന്നെ നമ്മൾ റിസൾട്ട്സിനെ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുമ്പോൾ ഒരു ലെവൽ കഴിഞ്ഞാൽ യു ഫെൽറ്റ് ദാറ്റ് ദി ബൈപ്പാസ് മെഷീൻ വിച്ച് ഇസ് സേവിങ് ദ ലൈഫ് ആക്ച്വലി ഓൾസോ കോസസ് എ ഫ്യൂ പ്രോബ്ലംസ്. അപ്പോഴാണ് ചില ഓപ്പറേഷൻസ് നമ്മൾ ഹാർട്ടിനകത്ത് കയറുന്നില്ല. ബൈപ്പാസ് സർജറി എന്ന് പറഞ്ഞാൽ ആർട്ടറി ഹാർട്ടിൻ്റെ മുകളിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഹാർട്ട് തുറക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ഓപ്പറേഷൻസ് ബീറ്റിംഗ് ഹാർട്ട് ചെയ്യാൻ പറ്റുമെന്ന് തുടങ്ങി നോക്കിയതാണ്. ഇന്ന് തുടക്കം ഇതിന് വേണ്ടിയല്ല ചെയ്തത്. തുടക്കം അർജൻറ്റീനയിൽ എക്കണോമിക് സൗകര്യമില്ല, ഹാർട്ട് ലങ് മെഷീൻ വാങ്ങിക്കാനുള്ള സൗകര്യമില്ലാത്തതുകൊണ്ട് ആൾക്കാർ സർജൻസ് ബീറ്റിംഗ് ഹാർട്ട് ചെയ്ത് നോക്കി. അത് വർക്ക് ചെയ്തപ്പോഴാണ് പിന്നെ വെസ്റ്റേൺ വേൾഡ് അഡോപ്റ്റ് ചെയ്തിട്ട് അതിനെ ഒരു ബീറ്റിംഗ് ഹാർട്ട് സർജറി ആയിട്ട് ചെയ്തത്. ഇപ്പോൾ ഒരു ബീറ്റിംഗ് ഹാർട്ട് സർജറി വന്നിട്ട് എത്ര വർഷമായി കാണും? ഒരു എല്ലാ ഓപ്പറേഷനും തുടക്കത്തിൽ സിംഗിൾ ഇൻഡിവിജ്വൽ ആയിട്ട് തുടങ്ങി വെച്ചതാണ്. പിന്നെ ഒരു ലാസ്റ്റ് 20-25 ഇയേഴ്സിലാണ് ഇതിൻ്റെ വളർച്ച ഉണ്ടായത്. ആൻഡ് സർപ്രൈസിംഗ്ലി it started in a third world country, became big in the first world, but then they went back to beating on pump surgery, and it has become grown in Asia actually. More or less India is also one of the few places where India is actually leading the world in these operations. അതിൻ്റെ ഒരു കാര്യം ടെക്നോളജിക്കൽ ചാലഞ്ച് ഉണ്ട്, രണ്ടാമത്തെ കാര്യം ഇതിന് എക്കണോമിക് അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കൺട്രിയിൽ പീപ്പിൾ കനോട്ട് അഫോർഡ് ഹൈ പാക്കേജസ് ഫോർ കാർഡിയക് സർജറി. ബീറ്റിംഗ് ഹാർട്ട് ഉണ്ടാകുമ്പോൾ നമുക്ക് ഹാർട്ട് ലങ് മെഷീൻ ഒഴിവാക്കിയാൽ കാർഡിയക് സർജറിയുടെ ഒരു 1/3 കോസ്റ്റ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എക്കണോമിക്കൽ അഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ അഡ്വാൻറ്റേജസ് ടു ദ പേഷ്യൻ്റ് ഓൾസോ, ദാറ്റ് ഈ ഹാർട്ട് ലങ് മെഷീൻ യൂസ് ചെയ്യുന്നത് കാരണം ബ്ലീഡിങ് പിന്നെ പൾമറി കോംപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിൽ ഒരു കാര്യമുണ്ട്, സർജൻസിന് പണി കൂടുതലാണ്. അപ്പോൾ ഇറ്റ് ആഡ്സ് ലിറ്റിൽ മോർ സ്ട്രെസ് ടു ദ സർജൻ, ബട്ട് ഹാർട്ടിൽ സർജറി ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ട് അതുകൊണ്ടായിരിക്കും വെസ്റ്റേൺ വേൾഡിൽ അവർക്കൊരു വലിയ ബെനിഫിറ്റ്, മാർജിനൽ ബെനിഫിറ്റ് ഉണ്ട്. അതിന് നമ്മൾ സ്ട്രെസ് എടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് വെസ്റ്റേൺ വേൾഡ് അധികം അവർ ചെയ്യാത്തത്. ദർ ആർ പീപ്പിൾ ഹു ഡു ഇറ്റ്, ബട്ട് ഇന്ത്യൻ ഇപ്പോൾ നമ്മൾ ഒരു ശതമാനക്കണക്കെടുത്താൽ എത്ര പെർസെൻറ്റേജ് ആയിരിക്കും ബീറ്റിംഗ് ഹാർട്ട് സർജറിയും? എത്ര ഇന്ത്യയിൽ ഇത് ഓൾ മാറ്റേഴ്സ് വേർ യു ഓപ്പറേറ്റ്. ഓക്കെ, റഫ്ലി ഒരു 60-80% ഡിപ്പെൻഡിങ് ഓൺ സെൻറ്റർ ടു സെൻറ്റർ will be beating heart. Pradeep, എത്ര പെർസെൻറ്റേജ് ആയിരിക്കും? I do it about 60-70%. ഒരു 70% കേസസും ബീറ്റിംഗ് ഹാർട്ട് ചെയ്യും. ബാക്കി 20 ചില പേഷ്യൻസിൽ ചിലപ്പോൾ ആർട്ടറിയുടെ വലിപ്പം കുറവായിരിക്കും, അല്ലെങ്കിൽ പേഷ്യൻസിൻ്റെ ഹാർട്ട് വിൽ നോട്ട് ബി ബീറ്റിംഗ് ഹാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒബ്വിയസ്ലി ഹാർട്ടിനെ മൂവ് ചെയ്യണം വിതൗട്ട് സ്റ്റോപ്പിംഗ് ദ ഹാർട്ട്. അപ്പോൾ ആ സമയത്ത് ദ സെയിം ഹാർട്ട് ഹാസ് ടു വർക്ക് ടു ഡെവലപ്പ് ടു കീപ് ദ പേഷ്യൻ സ്റ്റേബിൾ. അപ്പോൾ അങ്ങനെ കേസിൽ വരുമ്പോൾ നമ്മൾ ഈ ഹാർട്ട് മെഷീനെ സപ്പോർട്ട് യൂസ് ചെയ്യാറുണ്ട്. ഐഡിയ ഇസ് ടു ഗെറ്റ് എ പേഷ്യൻറ്റ് സേഫ്ലി ഔട്ട് ഓഫ് ദ തിയേറ്റർ. അതിൽ ബീറ്റിംഗ് ഹാർട്ട് ജസ്റ്റ് വൺ ടെക്നിക്. അപ്പോൾ നമ്മൾ ആ ടെക്നിക് ഫോക്കസ്ഡ് ആവാണ്ട് ഔട്ട്കം ഫോക്കസ്ഡ് ആവണം. ആൻഡ് ഇഫ് ടെക്നിക് ഹെൽപ്സ് യു, യൂസ് ഇറ്റ്. ഇഫ് യു നീഡ് ഹെൽപ്പ് വിത്ത് ഹാർട്ട് ലങ് മെഷീൻ, യൂസ് ദ ഹാർട്ട് ലങ് മെഷീൻ. ഡോക്ടർ, ഇപ്പം എത്രത്തോളം വർഷമായിട്ടുണ്ട് ഇപ്പം ഈ കാർഡിയക് സർജറി? ഇതിനെങ്കിലും പ്രത്യേക ഒരു കഥയുണ്ടോ ഒരു കാർഡിയക് സർജറി തിരഞ്ഞെടുക്കാനായിട്ട്? ഞാൻ തുടക്കത്തിൽ മൈ ഗോൾ വാസ് ടു ബിക്കം എ പീഡിയാട്രിക് സർജൻ. ബിക്കോസ് ഇപ്പോൾ ഈ സർജറിയിൽ സ്പെഷ്യലൈസേഷൻ ആയി കഴിഞ്ഞിട്ട് എല്ലാവരും ഓരോ ഓർഗനും പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കാണുമ്പോൾ ജനറൽ സർജറി എടുക്കുമ്പോൾ പീഡിയാട്രിക് സർജറി വാസ് ദ സ്പെഷ്യാലിറ്റി വിച്ച് ഡിഡ് ഹെഡ് ടു ടോ. ബിക്കോസ് കൊച്ചുങ്ങളെ എക്സെപ്റ്റ് ഫോർ പീഡിയാട്രിക് കാർഡിയക് പീഡിയാട്രിക് ന്യൂറോ അവരാണ് ഹെഡ് ടു ടോ ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ അതെടുക്കാനാണ് എടുത്തത്. പിന്നെ പതുക്കെ കാർഡിയക് സർജറി കണ്ടപ്പോൾ ഇറ്റ് വാസ് വൺ ഓഫ് ദ ന്യൂ സ്പെഷ്യാലിറ്റീസ്. പിന്നെ ഒരു സർജിക്കലായിട്ട് ചാലഞ്ചിങ്ങും തോന്നിയതും ഒരു ഈ എക്സ്ട്രാ കോർപ്പറൽ സർക്കുലേഷൻ, ദി സോ കോൾഡ് control over the body that you feel with a cardiac surgeon was
inspiring. And I was lucky that I was studying in a good institution, so they had a lot of variety in those cases. എവിടെയായിരുന്നത്? I did my medical education in All India Institute. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രീമിയർ It's one of ഇൻസ്റ്റിറ്റ്യൂട്ട്. the good institutions. ഞാൻ MBBS പഠിക്കുന്ന സമയത്ത് അന്ന് ഹൂസ്റ്റണിൽ പോയായിരുന്നു കാർഡിയക് സർജറിക്ക്, ഒരു ബൈപ്പാസ് സർജറിക്ക് വേണ്ടി അമേരിക്കയിലോട്ട് പോകണം എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടായിരുന്ന സമയം ഉണ്ടായിരുന്നു. അത് 80s ഒരു കഥയാണ്. അപ്പോൾ ഇതിലുള്ള പുതിയതായിട്ടുള്ള എന്താ ഉള്ളത് ബൈപ്പാസ് സർജറിയിൽ? പുതിയ ടെക്നോളജി കുറേ വന്നിട്ടുണ്ട്. ബട്ട് വാട്ട് ഐ വുഡ് സേ സാർ പറഞ്ഞ പോലെ വൈ ഇറ്റ് ബിക്കേം വൈഡ് സ്പ്രെഡ് ഇസ് ബിക്കോസ് നമ്മുടെ പയനേഴ്സ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഈവൻ ഹ്യൂസ്റ്റണിൽ പോകാണ്ട് പീപ്പിൾ യൂസ് ടു ഗോ ടു വെല്ലോർ ഓർ ടു ചെന്നൈ ടു ഗെറ്റ് കേരളത്തിൽ നിന്ന് അങ്ങോട്ട് പോകുന്ന ആൾക്കാരുണ്ടായിരുന്നു. ദെൻ ഇറ്റ് കെയിം ടു മെട്രോസ് ഇൻ കേരള ആൻഡ് നൗ ഇറ്റ് ഹസ് ഗോൺ ടു ദി ടിയർ B and tier C cities. What has changed dramatically is that surgery has become safer. അതാണ് ആൾക്കാർക്ക് ഇനി അങ്ങോട്ട് പോകാണ്ട് ഇവിടെ ചെയ്താലും സെയിം റിസൾട്ട് കിട്ടുന്നുള്ളൊരു അവസ്ഥയുണ്ട്. അതിൽ സർജിക്കൽ ടെക്നീക്സ് മാത്രമല്ല, നമ്മുടെ അനസ്തീസിയ, ക്രിട്ടിക്കൽ കെയർ ബാക്കപ്പും ഹാസ് ബിക്കം മച്ച് ബെറ്റർ. ക്രിട്ടിക്കൽ കെയർ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതാണ് മെയിൻ നടന്നത്. പിന്നെ ആസ് എ സർജൻ ഞാൻ പറയാനുള്ള ടെക്നീക്സ് എന്താണെന്ന് വെച്ചാൽ ഒരു വിധം സ്റ്റെബിലൈസ് ആയി നമ്മൾ ഇൻ ടേംസ് ഓഫ് ടെക്നീക്സ്. നമ്മൾ അപ്പം പിന്നെ ആദ്യം വന്നത് ഇത് ലെവൽ കൂട്ടാൻ വെച്ചോ ചോദിച്ചാൽ ബൈപ്പാസ് ഇസ് നോട്ട് എ ക്യൂറേറ്റീവ് ഓപ്പറേഷൻ. ഇതൊരു പേഷ്യൻ്റ് ഒരു ബ്ലോക്ക് ഉണ്ട്, നമ്മൾ വേറെ രക്തങ്ങൾ പിടിപ്പിച്ച് കൊടുക്കുന്നു. ഇപ്പോൾ 10-15 കൊല്ലം കഴിയുമ്പോൾ ഈ ചെയ്ത ബൈപ്പാസിലും ബ്ലോക്ക്സ് വരുന്നുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് വാസ് ദാറ്റ് നമ്മൾ നോക്കിയപ്പോൾ ദ വെയിൻ യൂസ് ചെയ്യാണ്ട് ആർട്ടറീസ് മാത്രം യൂസ് ചെയ്താൽ ദ ലോഞ്ചിവിറ്റി ഓഫ് ദ ആർട്ടറീസ് വാസ് മച്ച് മോർ. വി ഹാർഡ് യൂസിങ് ആർട്ടറീസ്. പക്ഷേ ആർട്ടറി കുഴപ്പം എന്താണെന്ന് വെച്ചാൽ രണ്ട് സൈഡിൽ ആർട്ടറി യൂസ് ചെയ്താൽ പിന്നെ ബോണിൻ്റെ ഹീലിംഗ് എഫക്റ്റ് ആവുന്നത്, അതൊരു കൺസേൺ ഉണ്ടായിരുന്നു. സോ ജുഡീഷ്യസ് നമ്മൾ 2 or more ആർട്ടറീസ് യൂസ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ആൾക്കാരുടെ മെയിൻ പ്രശ്നം ആണ് എൻ്റെ ചെസ്റ്റ് കീറി മുറിക്കുമോ എന്നുള്ളൊരു പേടിയാണ്. എല്ലാവർക്കും ഒരു പേടിയാണ്. നെഞ്ചത്തെ ബൈപ്പാസ് സർജറി ചെയ്ത ആർക്കും അറിയാവുന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ളവരാണ്. ശ്വാസം വലിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പെയിൻ അല്ല, അതിൻ്റെ ഒരു കോസ്മെറ്റിക് ആണ് കൂടുതൽ. പെയിൻ നമ്മൾ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞാൽ പെയിൻ ഇസ് ആക്ച്വലി കമ്പാരബിൾ. പക്ഷേ ഈവൻ വരുമ്പോൾ ആലോചിച്ച് നോക്കുമ്പോൾ എൻ്റെ എല്ല് കട്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്, ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, ഇത് കട്ട് ചെയ്യാണ് ചെയ്യണം എന്നൊരു ഡിമാൻഡ് വന്നു. അതെ, അതിലെന്താണ് ഇപ്പം കട്ട് ചെയ്യാതെ ചെയ്യാനുള്ള ഓപ്ഷൻസ്? ഇപ്പം കട്ട് ചെയ്യാണ്ട് ചെയ്യുന്നില്ല. ഇതെന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ ബൈപ്പാസ് ചെയ്ത് റെസ്റ്റൊക്കെ ലെഫ്റ്റ് സൈഡിലായാലും നമ്മുടെ ബൈപ്പാസ് പോകാനുള്ള എയോട്ടയും IVCയും അല്ല റൈറ്റ് ഏട്രിയം റൈറ്റ് സൈഡിലാകുമ്പോൾ നമുക്ക് ഇത് ചെയ്താലേ നമുക്ക് ഹാർട്ടിൻ്റെ മുകളിൽ എത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിൽ ഫസ്റ്റ് തുടക്കമായിരുന്നു ഈ ബീറ്റിംഗ് ഹാർട്ട് സർജറി. അപ്പോൾ നമുക്ക് ഇത് വേണ്ട, ഇല്ലാണ്ട് ചെയ്യാനായിരുന്നു. രണ്ടാമത്തത് ഈ എല്ലാവരും കീ ഹോൾ ചെയ്യുന്ന പോലെ പണ്ട് പറഞ്ഞു കാർഡിയക് സർജറി ലൈഫ് സേവിങ് സർജറി, അതിൽ കോസ്മെറ്റിക്കിൻ്റെ ആവശ്യമില്ലെന്ന്. പിന്നെ പേഷ്യൻസ് ആണ് ഡിമാൻഡിങ്, അപ്പോൾ നമ്മളും അതിന് കൂട്ടത്തിൽ പോകണം. അപ്പോൾ നമ്മളൊരു ചെറിയ മിനി തുറക്കോട്ടമി ലെഫ്റ്റ് സൈഡ് കൂടെ ചെയ്ത് നോക്കുകയായിരുന്നു. അതിൽ ആദ്യം തുടക്കത്തിൽ ഒന്ന് ചെയ്തു, വലിയ കുഴപ്പമില്ലാത്ത പോയപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്തു. പിന്നെ ഇങ്ങനത്തെയൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് സർജൻ്റെ വിഷൻ കുറവാണ്. അപ്പോൾ പിന്നെ നമ്മൾ ഈ ബീറ്റിംഗ് ഹാർട്ടിന് വെക്കുന്ന സ്റ്റെബിലൈസേഴ്സിൻ്റെ വലിപ്പം ഫുട് പ്രിൻറ്റ് കൂടുതലായിരുന്നു. ഇത് വെച്ചാൽ പിന്നെ സർജൻസ് ഒന്നും കാണാൻ പറ്റത്തില്ല. അപ്പോൾ ലക്കിലി ദ ഇൻഡസ്ട്രി ഹാസ് സപ്പോർട്ടഡ് ആൻഡ് ദേ ഹാവ് മേഡ് സ്റ്റെബിലൈസർ വിച്ച് ആർ സ്മോളർ വിച്ച് ക്യാൻ ഗോ ഫ്രം ദ സൈഡ് സോ ദാറ്റ് സർജനെ കാണാണ്ട് ഇത് കൂടെ ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം സെൻട്രൽ നെഞ്ചിന്റെ സെൻട്രൽ ഒരു ഇൻസിഷൻ വരാതെ നമുക്കൊരു ചെറിയ മുറിവാകുമ്പോൾ കൂടുതൽ അട്രാക്റ്റീവ് ആവുന്ന കോസ്മെറ്റിക് അട്രാക്റ്റീവ് ആവുന്ന ഒരു പേഷ്യന്റ് റിക്കവറിയും കുറച്ചുകൂടി പെട്ടെന്ന് ആശുപത്രി അതിന്റെ മുന്നോട്ടാണ്. ദെൻ റോബോട്ടിക് വന്നു. അപ്പോൾ ഇതിലും റോബോട്ടിക് സർജറി മുന്നോട്ട് വന്നിട്ടുണ്ട്. റോബോട്ടിക് സർജറി ബൈപ്പാസ് സർജറിയെ കുറിച്ച് വരുമ്പോൾ റോബോട്ടിക് നമുക്ക് ഈ ഇന്റർണൽ മാമറി ഇപ്പോഴും ചെയ്യുന്നത് 99% ചെയ്യുന്നത് റോബോട്ടിക് അസിസ്റ്റഡ് സർജറിയാണ്. വിച്ച് മീൻസ് ദാറ്റ് നമ്മൾ മാമറി ആർട്ടറി എടുക്കലാണ് ഇതിൻ്റെ മെയിൻ കോർണർ സ്റ്റോൺ. മാമറി ആർട്ടറി എടുക്കൽ എപ്പോഴും റോബോട്ട് കൂടി മച്ച് ബെറ്റർ ദൻ വാട്ട് വി കൻ സീ ബിക്കോസ് യു ആർ സീയിങ് എ മാഗ്നിഫൈഡ് വ്യൂ ഓൺ ദി സ്ക്രീൻ. റോബോട്ട് വെച്ച് തയ്ക്കാൻ പറ്റാത്തതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും ആ റോബോട്ടിക് ആംസിന് ടച്ച് ഫീൽ ഇല്ല. ആൻഡ് they are not as fine as our human hand as such. But ഈ പറഞ്ഞ ടെക്നോളജിയുടെ മാർച്ചിൽ ഫ്യൂച്ചറിൽ ചിലപ്പോൾ അടുത്ത ജനറേഷൻ റോബോട്ട്സ് വരുമ്പോൾ ചിലപ്പോൾ അതും കൂടി വന്നാൽ പിന്നെ ചിലപ്പോൾ വി വിൽ സീ. ഇപ്പോൾ ആൾക്കാർ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി ചെയ്യുന്നുണ്ട്, ബട്ട് ഒരു വൈഡ് സ്പ്രെഡ് ആവാനുള്ള സമയം എടുക്കും. രാജഗിരി ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം കാർഡിയക് സർജറി എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു വൺ ഓഫ് ദി മെയിൻ ഫ്ലാഗ്ഷിപ്പ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. അതിൽ എല്ലാവരുടെയും മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത് ഈ ബൈപ്പാസ് സർജറി മാത്രമാണല്ലോ. അത് കൂടാതെ നമുക്കിപ്പോൾ ഈ കാർഡിയക് സർജറി, കാർഡിയോതൊറാസിക് സർജറിയിൽ എന്തൊക്കെയാണ് ബാക്കിയുള്ള ഓപ്ഷൻസും? സർജിക്കൽ നമ്പർ 2 ഇപ്പോൾ അഡൾട്ട് പേഷ്യൻസ് നോക്കിയാൽ വിച്ച് വി ലുക്ക് അറ്റ് ഇറ്റ് ഇസ് വാൽവ് സർജറീസ്. വാൽവിൽ മൈറ്റൽ വാൽവ് റിപ്പയർ മാറ്റി വയ്ക്കുക, അയോട്ടിക് വാൽവ് റിപ്പയർ മാറ്റി വയ്ക്കുക. അതിലും ഇതേ ബുദ്ധിമുട്ടാണ് ആൾക്കാർക്ക് ഇത് കൂടെ ചെയ്യേണ്ട, സൈഡിൽ കൂടെ ചെയ്യാം. അത് കുറച്ചും കൂടി ഫ്രണ്ട്ലി ആണ് ബിക്കോസ് ബൈപ്പാസ് ഇലക്ട്രിക്കൽ ചെറുതാണ്. വാൽവ് മാറ്റി വയ്ക്കുമ്പോൾ വലിയ ഫട്ടായതുകൊണ്ട് ബൈപ്പാസ് സർജറിക്ക് വാൽവ് മാറ്റി വയ്ക്കാൻ ഇറ്റ് ഇസ് ഫീസിബിൾ. രണ്ടാമത്തത് കൂടുതൽ വാൽവ് റിപ്പയർ ചെയ്യണം. ഇപ്പോൾ മാറ്റി വെക്കാണ്ട് റിപ്പയർ ചെയ്യാൻ പറ്റിയ റിപ്പയർ ചെയ്യണം എന്നുള്ളൊരു ഓപ്ഷനാണ് കൂടുതലുള്ളത്. പിന്നെ ചില പേഷ്യൻസ് വിത്ത് ഹാർട്ട് ഹോൾസ് വിച്ച് ഓർ ഹാർട്ട് ഡിസീസസ് നോട്ട് ഡിസ്കവേർഡ് ഇൻ ചൈൽഡ്ഹുഡ് ബട്ട് ദേ ക്യാൻ ബി ഡൺ. അതിൽ നമുക്ക് കീ ഹോൾ വഴി ആയാലും ശരി റോബോട്ടിക് വഴി ആയാലും ഫുൾ ഓപ്പറേഷൻ നമുക്ക് ഇത് വെച്ച് ചെയ്യാം. നമുക്ക് കൈ വെക്കേണ്ട ആവശ്യം വരുന്നില്ല. ആൻഡ് ഓബ്വിയസ്ലി കോസ്മെറ്റിക് അഡ്വാൻറ്റേജ് ഓഫ് ഹാവിംഗ് എ സ്മോളർ ഇൻസിഷൻ. പിന്നെ ഗോയിങ് ഓൺ ദി അതർ സ്പെക്ട്രം ഓഫ് തിങ്സ്, നമ്മുടെ മോസ്റ്റ് ചാലഞ്ചിങ് കാർഡിയക് സർജറി അയോട്ടിക് സർജറി. അപ്പോൾ അയോട്ടിക് സർജറി ഇതേപോലെ തന്നെ അയോട്ടിക് അന്യൂറിസം ആ തുടക്കത്തിൽ റൂട്ടായിരിക്കും. ചിലപ്പോൾ ചില പേഷ്യൻസിന് റൂട്ട് മാത്രമുള്ള ആർച്ചും ഡിസൈനിങ് അയോട്ടയും ഉണ്ടാവും. അപ്പോൾ അതിൽ ഈ പറഞ്ഞ പോലെ ഡിഫറെൻറ്റ് സ്റ്റേജസ് ആയിട്ട് ചെയ്യാം. അതിലും ഇതേപോലെ തന്നെ വാട്ട് ഹാസ് ഹാപ്പൻഡ് ദാറ്റ് സർജറി ഹാസ് ബിക്കം മച്ച് സേഫർ. നമ്മുടെ
techniques of keeping the other organs okay while you operate on the aorta. അതായത് ബ്രെയിനിലോട്ടുള്ള സർക്കുലേഷൻ ആൻഡ് അയോർട്ട ആണ്, പിന്നെ കിഡ്നി, ലിവർ എല്ലാം. അപ്പോൾ ഇങ്ങനത്തെ ഓപ്പറേഷനിൽ മെയിൻ പ്രശ്നത്തിൽ ഓപ്പറേഷൻ ഡ്യൂറേഷൻ കൂടുന്ന കാരണം മറ്റുള്ള ഓർഗൻസ് പെർഫ്യൂഷൻ എഫക്റ്റ് ആവുന്നതുകൊണ്ട് അതിൻ്റെ സൈഡ് എഫക്ട്സ് കൂടുതലായിരുന്നു. ഇപ്പോൾ കാർഡിയക് നന്നായി പോകും, പക്ഷേ പേഷ്യൻ്റ് ഡസൻ ഡു വെൽ ബിക്കോസ് ഓഫ് ദോസ്. ഇപ്പോൾ അതൊക്കെ ഇത് മച്ച് സേഫർ ഉണ്ടാവും. പണ്ട് കാലത്തൊക്കെ ഒട്ടും കണ്ടുപിടിക്കപ്പെടാതിരുന്ന ഒരു അസുഖമായിരുന്നല്ലേ അയോർട്ടിക് ഡിസെക്ഷൻസ് അല്ലേ? പലപ്പോഴും പോസ്റ്റ്മോർട്ടം ഡയഗ്നോസ് ആയിരുന്നല്ലോ. രോഗി മരിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്ത് കാണുമ്പോഴാണ് അയോർട്ടിക് ഡിസെക്ഷൻ ആയിരുന്നു അല്ലെങ്കിൽ അല്ലേ അയോർട്ടിക് റപ്ചർ അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. ഇപ്പോൾ അത് കുറച്ചുകൂടി പെട്ടെന്ന്. വൺ തിങ് ഇസ് ദാറ്റ് സർ ഇമേജിംഗ് ഹാസ് ബിക്കം സോ വൈഡ് സ്പ്രെഡ്. പേഷ്യൻറ്റ് കാഷ്വാലിറ്റി പോയാൽ ഈ ടിപ്പിക്കൽ സിംറ്റംസ് ആയിട്ട് പോയാൽ, ചെസ്റ്റ് പെയിൻ ആയിട്ട് പോയാൽ, ഇഫ് യു നോട്ട് ഷുവർ ഇറ്റ് ഇസ് നോട്ട് ഗാസ്ട്രൈറ്റിസ്, ഇറ്റ് ഇസ് നോട്ട് കൊറോണറി ഇവൻറ്റ്, ദേ വിൽ ഗെറ്റ് എ CT. അപ്പോൾ ഈ CT വൈഡ് സ്പ്രെഡ് ആയതുകൊണ്ടാണ് നമ്മൾ ഡയഗ്നോസിസ് ചെയ്യുന്നത്. പിന്നെ പണ്ട് ഡിസെക്ഷൻ എന്ന് പറഞ്ഞാൽ യു നീഡ് ടു ഓപ്പറേറ്റ് വിത്തിൻ ദ ഫസ്റ്റ് ഒരു വിൻഡോ ഓഫ് ഓപ്പർച്യൂണിറ്റിയിൽ ഓപ്പറേറ്റ് ചെയ്യണം. 24 to 48 hours മാക്സിമം പോയാൽ. അപ്പോൾ സർജറി അവൈലബിൾ അല്ലാത്തതുകൊണ്ട് യു കനോട്ട് ഗോ ടു വെല്ലോർ ഓർ ചെന്നൈ ഫോർ ദിസ് പർട്ടിക്കുലർ കണ്ടീഷൻ. ഇപ്പോൾ യു ഹാവ് മൾട്ടിപ്പിൾ ഗുഡ് സെൻറ്റേഴ്സ് ഇൻ ആൻഡ് അറൗണ്ട് അവർ പ്ലേസ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈയിടെ 2 പുതിയ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. വൺ ഈസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫീറ്റൽ മെഡിസിൻ. അപ്പോൾ അത് ഫസ്റ്റ് ഹാർട്ട് ബീറ്റ് തുടങ്ങുന്ന മുതൽ ലാസ്റ്റ് ഹാർട്ട് ബീറ്റ്, അതായത് ജിറിയാട്രിക് മെഡിസിൻ ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പുതിയതായിട്ട് ഇനാഗുറേറ്റ് ചെയ്ത ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ അത് ഒരു വ്യക്തിയുടെ ഫസ്റ്റ് ഹാർട്ട് ബീറ്റ് മുതൽ ലാസ്റ്റ് ഹാർട്ട് ബീറ്റ് വരെ ആ കണ്ടിന്യൂം മുഴുവൻ നമുക്ക് രാജഗിരി ആശുപത്രിയിൽ ഫീറ്റൽ മെഡിസിൻ, നിയോനെറ്റോളജി, നിയോനെറ്റൽ മെഡിസിൻ, പീഡിയാട്രിക് മെഡിസിൻ, അഡോളസൻസ്, ദെൻ വി കം ടു ഇൻറ്റേർണൽ മെഡിസിൻ, ദെൻ ജിറിയാട്രിക് മെഡിസിൻ. അതിൻ്റെ എല്ലാ സബ് സ്പെഷ്യാലിറ്റിയിലും ഇപ്പോൾ നമ്മൾ പീഡിയാട്രിക് കാർഡിയോളജി തുടങ്ങി, പീഡിയാട്രിക് കാർഡിയക് സർജറി തുടങ്ങി, കാർഡിയോതൊറാസിക് സർജറി വലിയൊരു ഡിപ്പാർട്ട്മെൻറ്റാണ്. സോ വെൽക്കം ടു രാജഗിരി ആൻഡ് വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്, ഡോക്ടർ പ്രദീപ്. താങ്ക് യു സർ.